നിങ്ങൾ പലരും കുറേ നാളായിട്ട് ആവശ്യപ്പെടുന്ന സ്കാൽപ്പിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. സ്കാൽപ്പിംഗ് എന്താണെന്നും അതിൻ്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും അതിൻ്റെ ഭീകരതയുള്ള ഒരു വശവും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കാം. ഞാൻ സുപീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സ്റ്റോക്കോ ഓപ്ഷനോ വാങ്ങി വിൽക്കുകയോ വിറ്റ് വാങ്ങുകയോ ചെയ്യുന്ന പരിപാടിയാണ്. കൺഫ്യൂഷനായല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് പലതരത്തിലുള്ള ട്രേഡുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ലോങ് ടേം ആയിട്ടുള്ള ട്രേഡുകൾ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ നമ്മൾ ചെയ്യുന്ന ട്രേഡുകൾ, ഷോർട്ട് ടേം ആയിട്ട് സ്വിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രേഡുകൾ, പിന്നെ ഇൻട്രാഡേ ട്രേഡുകൾ. ഇൻട്രാഡേ ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ എടുത്ത് വൈകിട്ട് 3:15 മുൻപ് ക്ലോസ് ചെയ്യുന്ന പരിപാടി അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഈ സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്ക് ഇൻട്രാഡേയിൽ വാങ്ങി വളരെയധികം സമയമൊന്നും ഹോൾഡ് ചെയ്യാതെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് പൊസിഷനോ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ്റെ പൊസിഷനോ വിറ്റ് വളരെയധികം സമയമൊന്നും ഹോൾഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അത് സ്ക്വയർ ഓഫ് ചെയ്ത്, വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ വിറ്റതാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വാങ്ങി നമ്മൾ വളരെ പെട്ടെന്ന് ലാഭം എടുക്കുന്ന ഒരു സംഗതിനെയാണ് സ്കാൽപ്പിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 9:30 ഒരാൾ വന്നിട്ട് ഓപ്ഷൻ നോക്കി എന്ന് കരുതാം. നിഫ്റ്റിയുടെ ഓപ്ഷൻ നോക്കുകയാണ്. 17,500 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെവലിൽ നിഫ്റ്റി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവുകയാണ് ഇത് പെട്ടെന്ന് അങ്ങ് കയറി പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ 9:30 കഴിഞ്ഞ സമയത്ത് 17,500 ഒരു കോൾ ഓപ്ഷൻ അങ്ങ് വാങ്ങും. അങ്ങനെ പെട്ടെന്ന് കയറി പോകുന്ന ആ ഒരു സംഗതി, ആ കോൾ ഓപ്ഷൻ വാങ്ങിയിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു 200 രൂപയ്ക്കാണെന്ന് കരുതാം. പെട്ടെന്ന് കയറി പോകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ട് ആ 200 രൂപയ്ക്ക് വാങ്ങിയ കോൾ ഓപ്ഷൻ ഒരു 210 എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു 215 എത്തുമ്പോൾ പെട്ടെന്ന് അത് വിൽക്കും. അതിന് ചിലപ്പോൾ 1-2 മിനിറ്റ് എടുക്കുകയുള്ളൂ. 5 മിനിറ്റിൽ കൂടുതൽ എന്തായാലും സാധാരണ ആരും സ്കാൽപ്പിംഗ് ഹോൾഡ് ചെയ്യാറില്ല. അപ്പോൾ സ്കാൽപ്പറുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് കിട്ടുന്ന ലാഭമോ, ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമോ, ചെറിയ ചെറിയ ലാഭവും നഷ്ടവും എടുത്തുകൊണ്ട് പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ് സ്കാൽപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് എന്താണെന്ന് ഏകദേശം മനസ്സിലായി. സ്കാൽപ്പിങ്ങിന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ അധികം സമയമൊന്നും നമ്മൾക്ക് സ്ക്രീനിന്റെ മുന്നിൽ നോക്കിയിരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. എന്താ, നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിനനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റിൽ ഈ സ്റ്റോക്കോ ഓപ്ഷനോ എത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ബൈ ചെയ്ത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇറങ്ങി ലാഭം എടുക്കുന്നത് കൊണ്ട് അധികം സമയമൊന്നും നമുക്കതിന് ചിലവാവില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരേ ദിവസം തന്നെ പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ സ്റ്റോക്കുകളുടെ വിലയായാലും ഓപ്ഷനുകളുടെ വിലയായാലും എപ്പോഴും ഒരു സിക്സാഗ് രീതിയിൽ കുറഞ്ഞും കൂടിയും ഒക്കെയാണ് പോവുക. ഇപ്പോൾ താഴെ നിൽക്കുന്ന ഒരു സാധനം മേളിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ സ്കാൽപ്പിംഗ് ബൈ ട്രേഡ് എടുത്തുകൊണ്ട് അത് കുറച്ച് സമയത്തുമ്പോൾ വിറ്റ് ലാഭം എടുക്കാം. ഇനി അതിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ മേളിൽ നിന്ന് അത് വിറ്റ് താഴെ വരുമ്പോൾ വാങ്ങുന്ന രീതിയിലുള്ളത് എടുക്കാം. അങ്ങനെ പലതരത്തിലുള്ള പല ഓപ്പർച്യൂണിറ്റികൾ, ധാരാളം എണ്ണം ഓപ്പർച്യൂണിറ്റികൾ കിട്ടുമെന്നുള്ളതാണ് അടുത്തൊരു ഗുണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർനൈറ്റ് റിസ്ക് ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു പൊസിഷൻ വാങ്ങി വെച്ച് പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുന്നത് വരെയും നമ്മളുടെ മനസ്സിൽ ആദ്യമായിരിക്കും. കാരണം എന്താ, ഇന്ന് രാത്രി റഷ്യ യുക്രൈനിൽ ബോംബിട്ടോ അല്ലെങ്കിൽ ചൈന ഇന്ത്യയുടെ അതിർത്തി കടന്നു കയറിയോ എന്നുള്ളതൊക്കെ എന്താണ്, റിസ്ക് ആണല്ലേ. അപ്പം അങ്ങനെയുള്ള റിസ്ക് രാത്രികളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വാങ്ങിയിട്ടുള്ള സാധനത്തിൻ്റെ വില പകുതിയോ അതിൽ താഴെയൊക്കെ ആയിട്ട് കുറയാറുണ്ട്. അതായത് ഈ ഓപ്ഷൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഓവർനൈറ്റ് റിസ്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. പക്ഷേ ഇതിൻ്റെ ദോഷവശങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുഞ്ഞു ട്രേഡുകൾ കുറേ എണ്ണം എടുക്കുന്നതുകൊണ്ട് നമ്മൾക്ക് വളരെയധികം ചാർജുകൾ ഇതിന് ചിലവാകും എന്നുള്ളതാണ്. ചാർജുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോക്കറേജ് ആയിട്ടും മറ്റുള്ള സ്റ്റാറ്റ്യൂട്ടറി ചാർജുകളായിട്ടും ചിലവാകും എന്നുള്ളതാണ്. സാധാരണ രീതിയിലുള്ള ബ്രോക്കർ, ഒരു ഫുൾ സർവീസ് ബ്രോക്കറുടെ അടുത്ത് ഈ സ്കാൽപ്പിംഗ് രീതി ഒരു തരത്തിലും നമുക്ക് ബെനിഫിറ്റ് തരില്ല. നമ്മൾക്ക് ലാഭം കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ ഒരു 1,000-1,500 രൂപയ്ക്ക് ഒരു ട്രേഡിൽ അതിലൊരു 500 രൂപയും ഇവരുടെ കമ്മീഷനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടാനാ? അതങ്ങനെ ഒരു പ്രശ്നം.
അതേസമയം തന്നെ ഇപ്പോഴുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓർഡറിന് 20 രൂപ എന്നുള്ള രീതിയിൽ കൊടുക്കണം അല്ലേ. അപ്പോൾ ഒരു ഓർഡറിന് 20 രൂപ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്രോക്കറേജ് തന്നെ വലിയ എമൗണ്ട് ആവും, കുറേ എണ്ണം എടുക്കുന്നതുകൊണ്ട്, കുറേ എണ്ണം ട്രേഡുകൾ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ ഈ അടുത്ത് മിറേ അസറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള mstock എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിന്റെ ഗുണം. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് 999 പ്ലസ് GST കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു പ്ലാനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനായിട്ട് മറ്റൊരു ബ്രോക്കറേജ് ചാർജുകളോ മറ്റുള്ള ചാർജുകളോ ഒന്നും കൊടുക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. വളരെ നല്ല ഏർപ്പാടാണല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 20 ദിവസം ട്രേഡ് ചെയ്യുന്ന ഒരാൾ, ഒരു മാസത്തിൽ 20 ദിവസം ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഒരു ദിവസം ഒരു 20 ട്രേഡ് എടുക്കുന്നുണ്ട് എന്ന് കരുതുക. ഓരോ ട്രേഡിനും 20 രൂപയുമാണ് എന്ന് കരുതുക. അങ്ങനെ ഒരു വർഷം അയാൾ സാധാരണ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം എമൗണ്ട് വരും? 96,000 രൂപ ബ്രോക്കറേജ് തന്നെ വരും. അപ്പോൾ ഈ ബ്രോക്കറേജ് 96,000 രൂപ കൊടുക്കുന്നതിൽ നിന്ന് നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഈ mstocksന്റെ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ 999 പ്ലസ് GST അടച്ചുകൊണ്ട് നമ്മൾ ഈ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രോക്കറേജേ ഇല്ല. അത് ഒരു വർഷമല്ല, തുടർച്ചയായിട്ട് നമ്മൾ ആ അക്കൗണ്ട് ഒഴിവാക്കുന്നത് വരെയും ഇവർക്ക് യാതൊരുവിധ ചാർജും കൊടുക്കണ്ട എന്നുള്ളതാണ് ഈ mstocksന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സ്കാൽപ്പിംഗ് ട്രേഡുകൾ നടത്തുന്നതിന് ഈ mstocks പോലുള്ള പ്ലാറ്റ്ഫോമുകളായിരിക്കും നന്നായിരിക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. ലാസ്റ്റ് ഒരു 15 വർഷത്തോളമായിട്ട് ഈ ഫിനാൻഷ്യൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വളരെ മികച്ചൊരു കമ്പനി മിറേ അസറ്റ്. നിങ്ങൾ മിറേ അസറ്റിന്റെ മ്യൂച്വൽ ഫണ്ടുകളും പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറേ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ മിറേ അസറ്റിന്റെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫിനാൻഷ്യൽ രംഗത്ത് അത്യാവശ്യം നല്ല ശ്രദ്ധ പതിപ്പിച്ച, ഏകദേശം 15 വർഷത്തോളമായിട്ട് ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ഈ മിറേ അസറ്റിൽ നിന്ന് വരുന്ന ഈ ബ്രോക്കർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്രോക്കറേജ് പോയിന്റ് ഓഫ് വ്യൂ വളരെ മെച്ചം തരാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ സ്കാൽപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ സ്പീഡും അതിൻ്റെ കൃത്യതയുമാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇപ്പോൾ സ്പീഡിന്റെ കാര്യത്തിലായാലും ഇത് ഒരു യൂസർ ഫ്രണ്ട്ലിനെസിന്റെ കാര്യത്തിലായാലും mstocks മറ്റേത് പ്ലാറ്റ്ഫോമിനേക്കാളും നല്ലതാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള എൻ്റെ യൂസേജ് അനുഭവം. അവർ പ്രൊവൈഡ് ചെയ്യുന്ന 1 ക്ലിക്ക് ഓർഡർ എക്സിക്യൂഷൻ, 1 ക്ലിക്ക് ഓർഡർ പ്ലേസ്മെന്റ് പോലുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ട്രേഡിങ് വളരെ ഫാസ്റ്റ് ആക്കിയിട്ട് നടത്താൻ സാധിക്കും. അതേപോലെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതിനായിട്ട് വോയിസ് സെർച്ച് പോലുള്ള സംവിധാനങ്ങൾ, അതുപോലെ ഓപ്ഷൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള ഗ്രാഫുകളും ചാർട്ടുകളും, അതുപോലെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നടത്തുന്നതിനായിട്ടുള്ള ടൂളുകൾ ഒക്കെ ഇതിൽ അവൈലബിൾ ആണ് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്കാൽപ്പിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ mstocksന്റെ പ്ലാറ്റ്ഫോം കൺസിഡർ ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ mstocksന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ആ 999 രൂപയുടെ പ്ലാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലൈഫ് ലോങ് നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ള ട്രേഡിങ്, ബ്രോക്കറേജ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഈ ട്രേഡിങ്ങിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. 149 രൂപയുള്ളൂ അതിന് ചാർജ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് യാതൊരുവിധ ചാർജും ഇല്ലാതെ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യാനും സാധിക്കും. ഇനി സ്കാൽപ്പിങ്ങിന്റെ ദുരന്തവശമാണ് അടുത്തായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ സാധാരണ ഒരു 25 ക്വാണ്ടിറ്റി, 50 ക്വാണ്ടിറ്റി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ 1000 ക്വാണ്ടിറ്റി, 2000 ക്വാണ്ടിറ്റി ഒക്കെ വെച്ചിട്ടായിരിക്കും സ്കാൽപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ നമ്മളുടെ ഒരു ഉദ്ദേശത്തിലല്ല മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ നഷ്ടം വരാനുള്ള സാധ്യതയില്ല. ആ നഷ്ടം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലേക്ക് താഴ്ന്ന് പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയുടെ ഓപ്പോസിറ്റ് പോകുന്ന ഒരു രീതിയിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസോ നമ്മൾ കൃത്യമായിട്ടുള്ള പ്ലാനോ ഇല്ലാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ട് കാര്യമാക്കാൻ വരെ ഇതിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റിയ പണിയല്ല സ്കാൽപ്പിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. വളരെ പെട്ടെന്ന് കാര്യം ചെയ്യാൻ പറ്റുന്ന, വളരെ ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുത്ത് ക്വിക്കായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, കുറേ അധികം സമയം
ഒന്നും സ്പെൻഡ് ചെയ്തില്ലെങ്കിലും ഇരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം സ്കാൽപ്പിംഗ് ചെയ്യുക. അല്ലാത്തവര് ഇൻവെസ്റ്റ്മെന്റോ സ്വിംഗ് ട്രേഡിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഇൻട്രാഡേ ഒക്കെ ചെയ്യുക. അപ്പോൾ എപ്പോഴും ഇതിൽ അടങ്ങിയിട്ടുള്ള റിസ്ക് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഇൻവെസ്റ്റ്മെന്റോ ട്രേഡോ ചെയ്യുക. സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ നല്ലൊരു രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും mstock തന്നെയാണ്. അതുപോലെ തന്നെ സാധാരണ ഇൻവെസ്റ്റ്മെന്റിനായാലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് mstockന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.